അത് കോൺഗ്രസ് പാർട്ടി ന്യായമായും ധാർമ്മികമായും കാര്യങ്ങൾ പറയുകയും ചെയ്യുകയും ചെയ്യുന്ന രാഷ്ട്രീയ പ്രവർത്തനമാണ് നടത്തുന്നതെങ്കിലും ഒക്കെ. പക്ഷേ ശ്രീ രാജു എബ്രഹാം, മുഖ്യമന്ത്രി ഞാനിങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് നിഷേധിച്ച് കഴിഞ്ഞ കാര്യം, പത്രം തന്നെ നിഷേധിച്ച കാര്യം, അതിനെ എടുത്തു വച്ച് അടുത്ത 2 ആഴ്ച ക്യാമ്പയിന് പോവുകയാണ് കോൺഗ്രസ് പാർട്ടി. അതിൻ്റെ നേതാക്കൾ എന്തൊക്കെ പറയണമെന്നുള്ള കുറിപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളിൽ ചിലതാണ് ഞാനിപ്പോൾ ഇവിടെ വായിച്ചത്. ഇത് ചില സമുദായങ്ങൾക്ക് CPM-നോട് അതൃപ്തി ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്. ഒരു ജില്ലയെ തന്നെ ആ രീതിയിൽ വ്യാഖ്യാനിക്കാൻ സാധ്യതയുള്ളതാണ്. അത് വ്യക്തതയില്ല മുഖ്യമന്ത്രി പറഞ്ഞതിൽ. PR ഏജൻസിയോട് ചോദിക്കൂ, അവരെ കൊണ്ട് പറയിക്കൂ, അല്ലെങ്കിൽ കേസ് കൊടുക്കൂ പത്രത്തിനെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു പാർട്ടി, നിങ്ങളുടെ പ്രതിപക്ഷ പാർട്ടി ഇങ്ങനെ ഇറങ്ങുന്നത് നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിൽ മലപ്പുറവുമായി ബന്ധപ്പെട്ട് വന്ന പരാമർശനം, ആ പരാമർശനം ഹിന്ദു ദിനപത്രം അങ്ങനൊരു പരാമർശനം വന്നതിൽ ഖേദം പ്രകടിപ്പിച്ചു. ആ ഖേദം പ്രകടിപ്പിച്ചത് കൊണ്ടാണ് അവരെ അഭിമുഖത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ഒരു ഫ്രീലാൻസ് പത്രപ്രവർത്തകൻ, ആ വ്യക്തി അത് ചേർത്തു എന്നാണല്ലോ പിന്നീട് നമുക്ക് മനസ്സിലായത്. അതുകൊണ്ടാണല്ലോ ഹിന്ദുവിനെ പോലെയുള്ള ഒരു ദേശീയ പത്രം ഖേദം പ്രകടിപ്പിച്ചത്. ആ ഖേദം പ്രകടിപ്പിച്ചതോടുകൂടി അതോടൊപ്പം തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം പറഞ്ഞ കാര്യമല്ല എന്നുകൂടി പറഞ്ഞപ്പോൾ ആ അധ്യായം അവിടെ അവസാനിക്കേണ്ടതാണ്. ഹിന്ദു ദിനപത്രം അത്തരം ഒരു പ്രതികരണം നടത്തിയില്ലായിരുന്നെങ്കിൽ സ്വാഭാവികമായും അത് കൂടുതൽ ചർച്ചകൾക്ക് വഴിവെക്കും. പക്ഷേ ഇവിടെ ഒരു അധ്യായം അടഞ്ഞു. ആ അധ്യായം അടഞ്ഞ ശേഷം എന്തുകൊണ്ട് നിങ്ങൾ ഹിന്ദുവിനെതിരെ കേസ് കൊടുക്കുന്നില്ല? അങ്ങനെ ഒരു അടഞ്ഞ അധ്യായത്തിൻ്റെ പുറത്ത് ഏതാ കേസ് കൊടുക്കുന്നത്? അങ്ങനെ കേസ് കൊടുക്കണമെങ്കിൽ തന്നെ ഇപ്പോൾ കഴിഞ്ഞ 1-2 ദിവസം മുമ്പ് കേരളത്തിലെ ഒരു പ്രമുഖ ദിനപത്രം, ആ ദിനപത്രത്തിൻ്റെ 3 പേജ്, ആ 3 പേജ് CPM-നും മുഖ്യമന്ത്രിക്കും കേരള സർക്കാരിനും എതിരായിട്ടുള്ള ഏതാണ്ട് 15 വാർത്തകളാണ് എഴുതിയത്. അത്ഭുതകരമായ മാധ്യമ പ്രവർത്തനമാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത്. ഈ എല്ലാ മാധ്യമങ്ങളും ഇല്ല. നല്ല അന്തസ്സുള്ള മാധ്യമ പ്രവർത്തകരുണ്ട്, നല്ല അന്തസ്സോടുകൂടി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളുണ്ട്. പക്ഷെ ഇവിടെ മുഖ്യമന്ത്രിയെ കടിച്ചു കീറി തിന്നാൻ വേണ്ടിയുള്ള ഒരു മാനസികാവസ്ഥ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഇപ്പം പത്രസമ്മേളനം നമ്മൾ കണ്ടു. ഒരു മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വന്നു, എനിക്ക് പൂർത്തിയാക്കാൻ എന്നെ അനുവദിക്കൂ. ഇന്ത്യ രാജ്യത്തെ ഏതെങ്കിലും മുഖ്യമന്ത്രി അങ്ങനെ പത്രപ്രവർത്തകരോട് അഭ്യർത്ഥിക്കേണ്ടി വന്നിട്ടുണ്ടോ? പോട്ട് രാജ്യത്തിൻ്റെ ഒരു പ്രധാനമന്ത്രി ഇതുവരെ പത്രക്കാരെ പത്രസമ്മേളനത്തിൽ നേരിട്ടിട്ട് കണ്ടിട്ടേയില്ല. ആർക്കാ പരാതി? അപ്പോൾ ഇവിടെ എന്തു ആകാം. അതിൻ്റെ ഒരു ഒടുവിലത്തെ ഉദാഹരണമാണ് അടഞ്ഞുപോയ അധ്യായത്തെ ഊതിപ്പെരുപ്പിക്കുക. ഇപ്പോൾ 1-2 ദിവസമായിട്ടും ഈ ചാപ്റ്റർ വീണ്ടും കൊണ്ടുവരാൻ വലിയ പരിശ്രമങ്ങൾ, കേരളത്തിൽ നടക്കുന്ന ശ്രമങ്ങൾ നമ്മൾ കണ്ടു. എന്തിനു വേണ്ടിയാണ് അപകടകരമായ ഇത്തരം പ്രചരണങ്ങളിലേക്ക് പോകുന്നത്? നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം മതസൗഹാർദ്ദത്തിൻ്റെ നാടാണിത്. ഒരു മതനിരപേക്ഷ ഗവൺമെൻറ്റാണ് കേരളം ഭരിക്കുന്നത്. അതിന് വ്യത്യസ്തമായിട്ടുള്ള ചില കുറുമുന്നണികൾ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലുണ്ടായി. അവിടെ ജമായത്തെയും SDPയെയും ഒക്കെ ആയിട്ടുള്ള പരസ്യമായി രഹസ്യമായ സഖ്യം, അത് ലീഗ് അതിനോടൊപ്പം നിന്നു. ആ സഖ്യത്തിലാണ് മതനിരപേക്ഷ പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വലിയ ഭൂരിപക്ഷം നേടിയത്. സാധാരണപ്പെട്ട കോൺഗ്രസ്സുകാരൻ ഇത് അംഗീകരിക്കുന്നുണ്ടോ? മതനിരപേക്ഷതയിൽ ഊന്നി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർ ഈ മതതീവ്രവാദികളുമായി സന്ധി ചെയ്ത് നേടിയെടുത്ത ഈ വിജയത്തെ എങ്ങനെ കാണുന്നു? ഇതെല്ലാം കേരളത്തിലെ പൊതുസമൂഹം വരുന്ന ദിവസങ്ങളിൽ ചർച്ച ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ഗൈഡ് ലൈൻ, ഒരു സർക്കുലർ, എല്ലാ പാർട്ടികൾക്കും സർക്കുലർ ഉണ്ടാവും. ആ സർക്കുലറിൽ ആ പാർട്ടിക്ക് തീരുമാനിക്കാം എന്തു വേണം. പക്ഷെ അടഞ്ഞുപോയ ഒരു അധ്യായം
അതും ഒരു വർഗീയ സംഘർഷത്തിന് എങ്ങനെ കേരളത്തെ കൊണ്ടുവരാം? കാരണം കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്നത് വർഗീയ സംഘർഷമില്ലാത്ത ഒരു നാട് കേരളം. ഇന്ത്യയിൽ കേരളമേ ഉള്ളൂ. അതാണ് കേരളത്തിൽ ഏറ്റവും സമാധാനത്തോടു കൂടി ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നത്. അപ്പോൾ അത്തൊരു സംസ്ഥാനത്ത് എങ്ങനെ കലക്കണം? കാരണം രണ്ടാം പിണറായി ഗവൺമെൻറ് വന്ന മുതൽ നിരവധി നുണ ആരോപണങ്ങൾ, നുണ ബോംബുകളായിരുന്നു. ഒരു നുണ ബോംബും പൊട്ടിയില്ല. കോടതിയിൽ പോയി, ഹൈക്കോടതി പുച്ഛത്തോടുകൂടി ചവറുപോലെ വലിച്ചെറിഞ്ഞു. UDF-ഉം ഈ ചില മാധ്യമ പ്രവർത്തകരും കൊണ്ടുവന്ന ഏത് നുണബോംബിനാണ് കോടതിയുടെ അംഗീകാരം കിട്ടിയത്? ഏതെങ്കിലും ഒരു ആരോപണത്തിന് തെളിവുണ്ടോ? തെളിവുള്ള ഒരു ആരോപണമില്ല. ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ ഒടുവിൽ വന്ന സ്വർണ്ണ കടത്തിൽ പ്രതീക്ഷിച്ചു പിണറായി സർക്കാർ താഴെ വീണില്ല, കൂടുതൽ സീറ്റ് കിട്ടി. അപ്പൊ തീരുമാനിച്ചു രണ്ടാം പിണറായി ഗവൺമെന്റ് വരുമ്പോൾ അവസാനം പോരാക്രമണം ആദ്യം മുതലേ വേണം. ഈ ഗവൺമെന്റ് ഒരു കാര്യം പറഞ്ഞു, തെറ്റ് ആര് ചെയ്താലും മുഖം നോക്കാതെ നടപടി സ്വീകരിക്കും. അതുകൊണ്ട് തന്നെയാണ് അന്ന് ശിവശങ്കർ ഉൾപ്പെടെയുള്ള ആളുകളെ നിർദാക്ഷിണ്യം നടപടിക്ക് വിധേയമാക്കിയത്. ഇപ്പോൾ ഉയർന്നു വരുന്ന ആരോപണങ്ങളിൽ അന്വേഷണം നടക്കുന്നുണ്ട്, ഒരു സംശയവും വേണ്ട. അന്വേഷണം നടത്താതെ സംഭവവുമായി നേരിട്ട് ബന്ധമില്ലാത്ത ആളുകൾക്കെതിരെ നടപടിയെടുത്താൽ അത്തരം നടപടി നിലനിൽക്കില്ല എന്ന് സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്കെല്ലാം അറിയാം. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അതെല്ലാം റദ്ദാക്കും. അതുകൊണ്ട് കൃത്യതയോടെ അന്വേഷണം നടത്തുക. അതിൻ്റെ പേരിൽ എന്തൊരു ബഹളമാണ് ഇവിടെ. അപ്പോൾ ഇതാണ് ഇന്ന് കേരളം നേരിടുന്ന ഒരു പശ്ചാത്തലം. അപ്പോൾ അതുകൊണ്ട് ഈ കേരളത്തെ ഇങ്ങനെ, ആ കേരളത്തിലെ മനുഷ്യർ തമ്മിലുള്ള ബന്ധം, കേരളത്തിലെ മതനിരപേക്ഷത, അതിന് അവിടെ വിള്ളലുണ്ടാക്കി, അവിടെ സംഘർഷം ഉണ്ടാക്കി, മതം പറഞ്ഞ്, ജാതി പറഞ്ഞ് ആ ഒരു രാഷ്ട്രീയം അപകടകരമായ രാഷ്ട്രീയത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോകും. അതിൽ നിന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിന്മാറണം. ഒരു മതനിരപേക്ഷ പാർട്ടിയാണ്. ഇല്ലാത്ത കഥയാണ് ഇവിടെ, പറയാത്ത കാര്യമാണ്, പത്രം നിഷേധിച്ച കാര്യമാണ്. അപ്പോൾ അതിൽ നിന്ന് പിന്മാറുക എന്നുള്ള രാഷ്ട്രീയ മാന്യത തീർച്ചയായിട്ടും കേരളത്തിലെ കോൺഗ്രസ് കാണിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. യെസ്.